നരേന്ദ്രമോദി ഗാന്ധിജി ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സംസാരമൊക്കെ കുറേ നാളുകളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പല ആശയധാരകളും നരേന്ദ്രമോദി സ്വീകരിക്കുന്നു. ഈവൻ സ്വച്ഛ് ഭാരത് അടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഒരു ആശയലോകമായിരുന്നു വൃത്തിയുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത്. അതിനെയാണ് നരേന്ദ്രമോദി സ്വീകരിച്ചതെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ കൊച്ചുമോളല്ലേ അദ്ദേഹത്തിന്റെ തന്നെ കൊച്ചുമോളായിട്ടുള്ള ഗാന്ധിജിയുടെ കൊച്ചുമോളായിട്ടുള്ള സുമിത്ര ഗാന്ധി കുൽക്കർണി മോദിയെ പറ്റി എഴുതിയൊരു ലേഖനം ഇപ്പം വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുക. എന്താ അതിന്റെ വിശദീകരണങ്ങൾ? മഹാത്മാഗാന്ധിജി മുത്തച്ഛനായിരുന്നു. 19 വയസ്സ് വരെ മുത്തച്ഛനോടൊപ്പമായിരുന്നു എൻ്റെ ജീവിതം എന്നാണ് കൊച്ചുമകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ജീവിത ശൈലികളും അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണവും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം എങ്ങനെയാണ് ഏറ്റവും ലളിതമായ ജീവിതവും ആദർശങ്ങളിൽ ഊന്നിയുള്ള ജീവിതവും അദ്ദേഹം എങ്ങനെയാണ് നയിച്ചത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ജീവിത ലളിതമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം പല വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ അത്തരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വാർത്തെടുക്കാനായി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ആദ്യം ഈ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊന്നും ഈ ടോയ്ലറ്റ് ഇല്ല. പലരും വെടിപ്പറമ്പുകളിലൊക്കെ പോയിരുന്നിട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെ രാത്രി ആകുന്നത് വരെയൊക്കെ കാത്തിരിക്കും. നമുക്കൊരിക്കലും പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഈ മലമൂത്ര വിസർജനം എന്ന് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും പിന്നെ എന്താ പറയുക, പൊതു ഇടങ്ങളിൽ ചെയ്യാൻ സ്ത്രീകൾ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥ. അതായത് ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു സുനിൽ സാർ പറഞ്ഞാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ, ഇവർ ഈ പാവാട, വലിയൊരു പാവാട ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങും എന്നിട്ട് അവിടെ എങ്ങിരിക്കും. അപ്പൊ ഈ പാവാട കൊട പോലെ വരും, എന്നിട്ട് അവിടെ എങ്ങിരിക്കും. അതിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തോ അല്ലെങ്കിൽ ഇവരുടെ വീടിന്റെ തന്നെ പരിസരത്തായിരിക്കും. എന്നിട്ടാണ് ഇവർ ഈ പിന്നെ ഇവരുടെ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് പോയ ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയൊക്കെ ടോയ്ലറ്റുകൾ, ഈ ശുചിമുറികളൊക്കെ ഒരുക്കിക്കൊണ്ട് പെൺകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും ഒക്കെയുള്ള നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അതാണല്ലോ. 2014 ശേഷം മോഡി വന്നതിന് ശേഷം ഈ മലമൂത്ര വിസർജനം പൊതുസ്ഥലങ്ങളിൽ നടത്തുന്നത് വലിയ രീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ പബ്ലിക് ടോയ്ലറ്റ്സ് നിർമ്മിച്ചുകൊണ്ട്, ഗ്രാമങ്ങളിൽ എത്രയോ അധികം ടോയ്ലറ്റ്സുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള പദ്ധതികളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ നമ്മളെ ഗാന്ധി ജയന്തി ആയിരുന്നല്ലോ. ആ ഗാന്ധി ജയന്തിയിൽ മോദി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് നരേന്ദ്രമോദിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വൃത്തിയുള്ള ഒരു ഇന്ത്യ സമ്മാനിക്കുക എന്നുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എ ക്ലീൻ ഇന്ത്യ വുഡ് ബി ദ ബെസ്റ്റ് ട്രിബ്യൂട്ട് ഇന്ത്യ കുഡ് പേ ടു മഹാത്മാഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ പിന്തുടർന്ന് കൃത്യമായി ഒരു നിലപാടുകൾ എടുക്കുന്നതിൽ, കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ഈ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ, അത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ടോ അല്ല, ശക്തമായ നിലപാടുകൾ എടുക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഒരു കഴിവ്, അതൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അത് പറയുന്നത് ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായി മാറൂ എന്ന് എൻ്റെ മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. RSS പ്രവർത്തകരിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര അടുത്തു നിന്ന് കണ്ട എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൽ നാം എല്ലാവരും ആഗ്രഹിച്ച മാറ്റത്തിന്റെ പ്രതീകമാണ് നരേന്ദ്രമോദി എന്ന് നിസ്സംശയം പറയാം. ഇത് പറയുന്നത് രാഷ്ട്രപിതാവിന്റെ കൊച്ചുമകളാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കുന്നത്. ഞാൻ പുണ്യാത്മാക്കളുടെ ചരിത്രം കുറിക്കുന്നില്ല എങ്കിലും നിഷ്പക്ഷത പുലർത്തേണ്ടതുണ്ട്. ബാപ്പുജിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ സാമ്യം അവരുടെ പൊതുജീവിതം സനാതന ധർമ്മത്തിന്റെ ആത്മീയ ഉൾക്കരുത്തിൽ വേരൂന്നിയത് എന്നതാണ്. കറക്റ്റാണ് വാക്കുകൾ എന്നുള്ളതാണ്. പൂച്ചെണ്ടുകളും കല്ലേറുകളും അവരെ ബാധിക്കില്ല. അത്തരത്തിലുള്ള ഒരാൾക്ക് സത്യം ജയിക്കുമെന്നറിയാം. അതിനാൽ അത് സംഭവിക്കുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് എതിർപ്പില്ല. രാഷ്ട്രീയ എതിരാളികളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്കെതിരെ മോദിജിയുടെ സവിശേഷമായ മൗനം ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇത് രാജഋഷിയുടെ ലക്ഷണമാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നതിന് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപ് എപ്പോഴും മഥനം ഉണ്ടാകാറുണ്ട് എന്നാണ്. നിഷേധാത്മകതയാണ് മഥനത്തിന്റെ ആദ്യഫലം. ഈ നിഷേധാത്മക ശക്തികൾ സത്യത്തെ എതിർക്കുന്നു. ഈ നിഷേധാത്മകതയുടെ വ്യാപ്തിക്ക് നാം ദിവസവും സാക്ഷ്യം വഹിക്കുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദേശീയ താല്പര്യങ്ങൾ പോലും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു. അത്തരം സാഹചര്യങ്ങളിൽ
അധികാരത്തിൽ തീരെ താല്പര്യമില്ലാത്ത, അഴിമതിയില്ലാത്ത വ്യക്തിയാണ് ആവശ്യം. ദരിദ്രരുടെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ മാറ്റത്തിനെല്ലാം ഉപരി കാണുന്ന ഒരാളെ. അതിനാൽ നരേന്ദ്രഭായിയുടെ പ്രയത്നത്തിന്റെ ഫലം നാം ആസ്വദിക്കുമ്പോഴും അദ്ദേഹത്തിന് ആനുപാതികമായ തിരഞ്ഞെടുപ്പ് ജനവിധി നൽകാതിരുന്നിട്ടും അതൊന്നും ബാധിക്കാത്ത വിധം അദ്ദേഹം നിശബ്ദമായി തന്റെ കടമയിൽ തുടരുന്നു. ഇത് അംഗീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബാപ്പുജി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നരേന്ദ്രഭായിയെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കുമായിരുന്നു എന്ന് എനിക്ക് പറയാനാകും. തന്റെ പേര് തട്ടിയെടുത്തവരെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നമ്മെ ഭിന്നിപ്പിക്കാൻ അത് ദുരുപയോഗം ചെയ്യുന്നത് ജീവിത ദൗത്യമാക്കിയവരെയും കുറിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകിയതും ബാപ്പുജി ആയിരിക്കും. കോൺഗ്രസിനായിട്ടുള്ള ഒരു കുത്തും കൂടി ഉണ്ടോ എന്നുള്ളത് അതില് ശ്രദ്ധേയമായിട്ടുള്ള വേറൊരു വാക്കും കൂടിയുണ്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് എപ്പോഴും മഥനം ഉണ്ടാകാറുണ്ട് എന്നാണ്. നിഷേധാത്മകതയാണ് മഥനത്തിന്റെ ആദ്യ ഫലം. ഈ നിഷേധാത്മകത ശക്തികൾ സത്യത്തെ എതിർക്കുന്നു. ഈ നിഷേധാത്മകതയുടെ വ്യാപ്തിക്ക് നാം ദിവസവും സാക്ഷ്യം വഹിക്കുന്നു. അതായത് സത്യത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് വലിയ ശക്തി ഉണ്ടാവും. സത്യം ചിലപ്പോൾ ഒറ്റയ്ക്കുമായിരിക്കും. അതെ, അതെപ്പോഴും സത്യത്തിന്റെ മുഖം പ്രകൃതമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെയാണ് നരേന്ദ്രമോദി എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറിയത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എപ്പോഴും കയ്യെത്ത ദൂരത്ത് നിന്ന ഒരു, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്ത്യയിലെ ഉരുക്ക് വനിതയായ പ്രധാനമന്ത്രിയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഒക്കെ വളരെ ദൂരമാണ്. പക്ഷേ ആർക്കും ഒരു പ്രധാനമന്ത്രിയാകാം എന്ന് വെച്ചാൽ ഏത് പൊട്ടനും ഒരു പ്രധാനമന്ത്രി ആകാം എന്നുള്ളതല്ല. കഴിവുള്ള ആർക്കും, ഒരു രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള ആർക്കും പ്രധാനമന്ത്രിയാകാം. ഒരു രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും ഉയർത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാം എന്ന് തെളിയിച്ച ഒരാളാണ് നരേന്ദ്രമോദി. കാരണം RSSന്റെ താഴെത്തട്ടിൽ നിന്ന് ആ ശാഖകളിൽ കിടന്നുറങ്ങി റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റ് ചായക്കട തുടങ്ങി അച്ഛനെ സഹായിച്ച് അങ്ങനെ വളർന്നു വന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. അവിടെ നിന്ന് ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ആളാണ് നരേന്ദ്രമോദി. അവിടെ നിന്ന് വളർന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു തവണയല്ല, 3 തവണ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നുള്ളതാണ്. അപ്പോൾ ആ പദത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയ ദൂരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ എങ്കിലും ചില നിലപാടുകൾ എല്ലാം തികഞ്ഞ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും ആരാണെങ്കിലും 100% പെർഫെക്റ്റായ ഒരാളും ഈ ലോകത്തില്ല. എല്ലാവർക്കും അവരുടേതായ ദൗർബല്യങ്ങളുണ്ട്, അവരുടേതായ വീഴ്ചകളുണ്ട്, അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരുടേതായ സൈഡുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു 50% എൻ്റെ ജീവിതം മാറ്റിവെക്കണം. സ്വന്തം സ്വാർത്ഥതയും സ്വന്തം കുടുംബത്തിൻ്റെ സ്വാർത്ഥതയും തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെ സ്വാർത്ഥതയും ഇതിനൊക്കെ അപ്പുറം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തനിക്ക് പറ്റണമെന്ന് ചിന്തിക്കുന്ന, രാജ്യത്തിൻ്റെ നന്മയായിരിക്കണം തൻ്റെ മുഖ്യ അജണ്ട എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് നേതാക്കളേ ഉള്ളൂ, വാജ്പേയിയെ പോലെയൊക്കെ ഉള്ളൂ. അപ്പം അതിലൊരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പം ആ നരേന്ദ്രമോദിയാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കൊച്ചുമകൾ തന്നെ പ്രകീർത്തിച്ച് നരേന്ദ്രഭായി എന്ന് വിളിക്കത്തക്ക ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ട്. അപ്പം ആ ഒരു പ്രായച്ചിത്തമാണ് മോഡി കഴിഞ്ഞ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പ്രായച്ചിത്തമാണോ അല്ലയോ എന്ന് വേറെ വിഷയം, നമുക്ക് അങ്ങനെ തോന്നാം. അപ്പം ഒരു ഹിന്ദി ബെൽറ്റിൽ, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ മഹാത്മാഗാന്ധിയെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു ആശയം ഇല്ലാതെ ഒരു പാർട്ടിക്കും യഥാർത്ഥത്തിൽ വേര് പിടിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് മോദിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സ്വാതന്ത്ര്യ സമയത്തൊക്കെ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്ന വലിയ വിപ്ലവങ്ങൾ, വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ ഈ ആളുകളുടെ പരമ്പരയായിട്ട് ഈ ആളുകളുടെ ഹൃദയത്തിലുണ്ട്. മോദി അല്ലെങ്കിൽ ഈ ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനം അവരുടെ ഉള്ളിലുണ്ട്. അപ്പം അവർ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പിന്തുടരുന്ന ആളുകളെ തീർച്ചയായിട്ടും ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് മോദിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഗാന്ധിയെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും ആരും തയ്യാറാവില്ല, പ്രത്യേകിച്ച് മോദി. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, ആരും തയ്യാറാവില്ല പ്രത്യേകിച്ച് മോദി എന്ന് പറയുന്നിടത്തല്ല, അങ്ങനെ ആയിരിക്കണം എല്ലാ നേതാക്കന്മാരും എന്നുള്ളതാണ്. കാരണം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
ഗാന്ധിജി പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഗാന്ധിജിയെ കൊന്നത് ആര് എന്നുള്ളതിന് നമ്മളിപ്പോൾ ഇരുന്ന വലിയ തർക്കങ്ങളുണ്ടാകും. അത് നമുക്കതുകൊണ്ട് തൽക്കാലം അതങ്ങ് മാറ്റി വയ്ക്കും. കാരണം പറയുന്ന ഇപ്പോൾ ഒരാൾ കൊല്ലണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതൊക്കെ പിന്നീട് വലിയ വിമർശനത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ ആ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. ഇല്ലെങ്കിൽ നീയുമായിട്ടൊരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. പക്ഷേ നമ്മളത് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുള്ളതുകൊണ്ട് നമുക്കത് തർക്കിക്കേണ്ട. പക്ഷേ തീർച്ചയായിട്ടും ഒരു കാര്യം ഗൗതം പറഞ്ഞത് കറക്റ്റാണ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നന്മയാണ്, രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും അവരുടെ സാമ്പത്തികമായ ഉയർച്ചയും അവരുടെ ജീവിതവും ഒക്കെയാണ് ഒരു നേതാവിന് ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ കുറേ തത്വങ്ങൾ, ആദർശങ്ങൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ ഒരു കാരണം കാണിച്ചാൽ മറ്റൊരു കാരണത്തിൽ കൂടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ തൻ്റെ ഇടവും നിലപാടും ചങ്കുറപ്പും വേണം. ചില കാര്യങ്ങളിൽ ഒരു സൗമ്യ മനോഭാവത്തോടുകൂടി പോകണം. അത് കൃത്യമായി നരേന്ദ്ര മോദി കാണിച്ചു തരുന്നുണ്ട്. ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, എങ്ങനെ ആയിരിക്കരുത് എന്ന് കാണിച്ചു തരുന്ന നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഒരാൾ എങ്ങനെ ആയിരിക്കണം, ഒരു നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്ന് കാണിച്ചു തന്ന 2 നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ കൊച്ചുമകൾ തന്നെ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യം. മോദി ലോകത്തിന് മുമ്പിൽ അഭിമാനമായിട്ട് തീരുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. മോദിയെ വല്ലാത്ത രീതിയിൽ എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരിലും മോശം സൈഡും ഉണ്ട്, നന്മയുടെ അംശമുണ്ട്, എല്ലാവരിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ നന്മയുടെ അംശത്തെ കൂടി ഉൾക്കൊള്ളുക, അതിനെ മനസ്സിലാക്കുക. അല്ലാതെ ഒരാളെ കടുത്ത രീതിയിൽ ഒരാളോട് വിരുദ്ധത കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.